പാപത്തിൻ്റെ അന്ധകാരത്തിൽ സ്വയം നഷ്ടപ്പെട്ട് നാം ഇരിക്കുമ്പോൾ നമുക്ക് വെളിച്ചമായി നിത്യപ്രകാശമായി വരണമേ ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലേക്ക്, ഈ പ്രാർത്ഥനാ ഗീതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നൽകാത്തതായി നമുക്കെന്താണുള്ളത്? ഈ നിമിഷം തമ്പുരാൻ തന്നതാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മുടെ ചുറ്റുമുള്ളവർ എല്ലാം ദൈവം നൽകുന്നതാണ്. എല്ലാം ദൈവം നൽകുന്നതാണ് എന്നുള്ളൊരു ദർശനമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഒരു ഭക്തന് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹമാണ്. എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം എന്ന് തിരിച്ചറിയുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിലെത്തുന്ന ഭക്ഷണവും നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെ സംരക്ഷിക്കുവാൻ അവിടുന്ന് കാത്തുവച്ചിരിക്കുന്നവരും ദൈവത്തിൻ്റെ സമ്മാനം തന്നെയാണ്. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന 1967 പ്രശസ്തമായ സിനിമയിൽ പി ഭാസ്കരൻ മാഷ് രചിച്ച് MS ബാബുരാജ് ഈണമിട്ട ജാനകിയമ്മയുടെ സ്വരത്തിൽ നമ്മൾ ഇന്നും കേൾക്കുന്ന, മലയാളികൾ ഒരിക്കലും മറക്കാത്ത അതിമനോഹരമായ ഗാനം പാവനനാം ആട്ടിടയ നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രശസ്ത യുവഗായിക സെലിൻ ജോസ്. പാവ
ലോകം ഒരിക്കലും മറക്കാത്ത ഒരു യാത്രയുണ്ട്. ക്രിസ്തുവിൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയാണത്. കാൽവരിയിലേക്കുള്ള കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്രയിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവർ അവിടുന്ന് ആർക്കു വേണ്ടിയാണ് ഈ കുരിശു ചുമക്കുന്നത് എന്ന് വിലപിക്കുകയാണ്. അങ്ങനെ തന്നെ ഓർത്ത് വിലപിക്കുന്ന ജെറുസലേം സ്ത്രീകളെ നോക്കി ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, പകരം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുമെന്ന്. അതിൻ്റെ തുടർച്ചയിൽ അവിടുന്ന് പറയുന്നത് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. ഈ മലകളോട്, ഈ പർവ്വതങ്ങളോട് ഞങ്ങളെ വന്ന് മൂടുവിൻ എന്ന് നിങ്ങൾ വിലപിക്കും. തെറ്റിൻ്റെ വഴിയെ പോയ ഇസ്രായേൽക്കാരെ ഓർത്തുകൊണ്ടുള്ള ഹോസിയ പ്രവാചകൻ്റെ ഈ രോദനമാണ് ഈശോ ജെറുസലേം സ്ത്രീകൾക്ക് ആശ്വാസവചനമായി നൽകുന്നത്. ക്രിസ്തു ജെറുസലേം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവന് വേണ്ടിയാണ് സഹിച്ചത്. അവിടുന്ന് എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയുമാണ് ഈ ത്യാഗം ഏറ്റെടുത്തതെങ്കിൽ ക്രിസ്തുവിൻ്റെ സഹനം ഒരിക്കലും അവിടുത്തേക്ക് വേദനയല്ല, മറിച്ച് ദൈവപിതാവിൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നതിൻ്റെ ആനന്ദമാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ വചനങ്ങൾ മനോഹരമായ കാവ്യാവിഷ്കാരം നടത്തിയിരിക്കുന്നത് വർഗീസ് കിളിച്ചുമല എന്ന പ്രശസ്ത കവിയാണ്. കുരിശിലെ നീരവസ്വരം എന്ന കവിതാ സമാഹാരത്തിലെ പൊട്ടിക്കരഞ്ഞുപോയി എന്ന ഈ ഒരു കാവ്യഭാഗം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് KL ആൻ്റണി. പൊട്ടിക്കരഞ്ഞു പോയി ക്രൂശു വഹിപ്പോനെ പട്ടണമധ്യത്തിൽ കണ്ടു സ്ത്രീകൾ. കണ്ടകീർണമാം മേനി കണ്ടിടുകിൽ തൊണ്ടയിടരാതെ ആർക്കു നിൽക്കാം, തൊണ്ടയിടരാതെ ആർക്കു നിൽക്കാം. പൊട്ടിക്കരഞ്ഞു പോയി. കരയുന്നോരെ നോക്കി ചാരുരൂപന്റെ സ്വരമുയർന്നു. മാറത്തടിച്ചു കരയുന്നോരെ നോക്കി ചാരുരൂപന്റെ സ്വരമുയർന്നു. വിങ്ങിക്കരയേണ്ട, ജെറുസലേമിലെ അങ്കനമാർകളെ എന്നെയോർത്ത് നിങ്ങളെ ചിന്തിച്ചും മക്കളെ ഓർത്തിട്ടും ഏങ്ങിയാൽ പോന്നിടും യോഷകളെ, ഏങ്ങിയാൽ പോന്നിടും യോഷകളെ. പൊട്ടിക്കരഞ്ഞു പോ.
പച്ചമരത്തിനീതോ ഗതി, മുട്ടിക്കു തീയേറ്റാലെന്തു പിന്നെ? വിട്ടാത്ത പച്ചമരത്തിനീതോ ഗതി, മുട്ടിക്കു തീയേറ്റാലെന്തു പിന്നെ? പാതകമൂട്ടി വളർത്തുന്ന ഘോരത മാതാക്കൾ നിങ്ങളടുത്തറിയും. മാമല ശൃംഗങ്ങൾ മൂടട്ടെന്ന തൗവിൽ കോമരം തുള്ളിപ്പറയും നിങ്ങൾ. റോമിന്റെ പട്ടാള വേട്ടയഹൂദരെ ഭീമദുരന്തത്തിലാഴ്ത്തിടുമ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി ക്രൂശുവഹിപ്പോനെ പട്ടണമധ്യത്തിൽ കണ്ടു സ്ത്രീകൾ. കണ്ടകാകീർണമാമേനി കണ്ടിടുകിൽ തൊണ്ടയിടറാതെ ആർക്കു നിൽക്കാം? തൊണ്ടയിടറാതെ ആർക്കു നിൽക്കാം? മനസ്സിൽ ഇരുട്ട് കയറുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ മുഴുവൻ ചിലപ്പോൾ ഇരുട്ട് കയറുന്നതായിട്ട് നമുക്ക് തോന്നുന്ന സമയം എപ്പോഴാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന ആളുകൾ നമ്മളെ പരിഗണിക്കാതിരിക്കുന്ന ഒരു തിരിച്ചറിവിലാണ് പലപ്പോഴും നമുക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടാവുക. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ ദ്രോഹിച്ചാലോ? ജീവിതം തന്നെ തകർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്ത് വഴിയാണ് നമുക്കുള്ളത് എന്ന് സങ്കീർത്തനൻ ചോദിക്കുകയാണ്. 43-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഈ ഒരു രോദനമാണ്. ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണമേ. സ്നേഹിതർ ശത്രുക്കളായി മാറുന്നു എന്ന തിരിച്ചറിവിൽ നിന്നും ദൈവമേ നീയല്ലാതെ മറ്റാരും രക്ഷിക്കാനില്ല എന്നുള്ള ഈ ഒരു സങ്കീർത്തനമാല പ്രാർത്ഥനയാക്കി ഗീതമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രശസ്ത കവയിത്രി അന്നമ്മ പൈകടയുടെ ദിവ്യസാന്ത്വനം എന്ന കവിതാ സമാഹാരത്തിലെ വെളിച്ചമേ നയിച്ചാലും എന്ന ഗീതം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രശസ്ത യുവഗായിക അനു നന്ദ.
സ്വന്തം സമയവും കഴിവും സമ്പത്തും സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരെ ഒരു കാലത്തും നമ്മൾ മറക്കാറില്ല. അങ്ങനെ എത്രയോ പേർ അവരുടെ സമയവും കഴിവും മാറ്റിവെച്ചതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന വേദനകളാണ് ത്യാഗമായി മാറുന്നത്. ഈശോ കുരിശിൽ സഹിക്കുകയായിരുന്നില്ല, ത്യാഗമായി മാറുകയായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഈശോയുടെ കുരിശിലെ സഹനം അത് നമുക്ക് രക്ഷാകരമാകുന്നത് നമ്മുടെ ജീവിതത്തിലെ വേദനകളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സഹിക്കുമ്പോഴാണ്. അപ്പച്ചമാരോടും അമ്മച്ചിമാരോടുമൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, എങ്ങനെ സഹിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് സഹിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. സ്വന്തം മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി അവരറിയാതെ ഈ വൃദ്ധ മാതാപിതാക്കൾ ഏറ്റെടുക്കുന്ന സഹനമാണ് ത്യാഗം. ആ ത്യാഗമാണ് ഈശോയുടെ കുരിശിനോട് നമ്മളെ ചേർത്ത് വയ്ക്കുന്നത്. ഈ കുരിശിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ കാവ്യാമൃതത്തിലെ ഈ എപ്പിസോഡ് നമ്മളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അത് ഈ നോമ്പ് കാലത്തിൻ്റെ സമ്മാനമാകും. ഏവർക്കും നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി